ഇന്ന് നമ്മൾ പൊറോട്ട സാലനയാണ് ചെയ്യുന്നത്. സാലന 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ ഏലക്ക, ഒരു പട്ട, പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇടണം. അത് മൂത്ത് വരുമ്പോൾ വലിയ ഉള്ളി ചെറുതായി മുറിച്ചത് ഒരു 3 എണ്ണം മീഡിയം സൈസ്. നന്നായി ഇളക്കി നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. നേരത്തെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിപിടിച്ചു പോകും. ഇട്ടാൻ കുറച്ച് ഉപ്പിടാം. നന്നായി ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയും ചതച്ച് തന്നെ ഇടണം, എന്നാലേ നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് അതിന്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി പച്ചമണമൊക്കെ മാറി വഴണ്ടു വന്നു. നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒന്ന് നന്നായി വാടി കുഴഞ്ഞ് വരണം. അതുവരെയും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അടച്ചു വെച്ച് സിമ്മിലാക്കി വേവിച്ചാൽ മതി. നന്നായി ഇത് വഴഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം കുറച്ച് ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിനെല്ലാം നമ്മൾ ആവശ്യത്തിന് എടുക്കാം. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ചിക്കൻ മസാലന്റെ പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു അരപ്പ് ഒഴിക്കാനുണ്ട്. അത് ഇച്ചിരി നമുക്ക് അരമൂടിയൊന്നും വേണ്ട. ഒരു കുറച്ച് തേങ്ങയും ഒരു 2-3 അണ്ടിപ്പരിപ്പും. അത് ഇത്തിരി കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ചേർക്കണം. നന്നായി വെള്ളമില്ലാതെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ മിക്സി കഴുകിയ വെള്ളം തന്നെ ഇതിൽ നമ്മൾ ആദ്യം മിക്സി കഴുകിച്ച് അതിന്റെ വെള്ളത്തിൽ ഒഴിച്ച ശേഷം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള നമുക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഇത് നന്നായി തിളക്കണം. നന്നായി തിളച്ച് നമ്മൾ ഒഴിച്ച വെള്ളം പകുതിയെങ്കിലും വറ്റി വരണം. അപ്പോഴാണ് നമ്മളെ സാലന റെഡിയായി എന്നറിയുള്ളൂ. ഇപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വരണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ അടിപിടിക്കാം. നല്ല തിളച്ച് പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മല്ലിയില ഇട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റായ കുറുമ റെഡി. അതും പൊറോട്ടയ്ക്ക് അടിപൊളിയായിട്ടുണ്ടാവും. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിനി തിളച്ചു മല്ലിയില ഇട്ട് ഓഫ് ചെയ്യാം. ഞങ്ങളിത് ഇഡ്ഡലിന്റെ കൂടെ കഴിക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് പൊറോട്ടയുടെ കൂടെ കഴിച്ചു നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. നമ്മുടെ സ്മോൾ ഫാമിലി സപ്പോർട്ട് ചെയ്യണം എല്ലാരും. പ്ലീസ് എല്ലാരും സബ്സ്ക്രൈബ്